സ്ഥാപനത്തിനകത്ത് കയറ്റാത്ത നിലപാട് മാനേജ്മെന്റ് സ്വീകരിച്ച് എത്ര കാലം പോകാൻ വേണ്ടി പറ്റും? ഇവിടെ ട്രേഡ് യൂണിയനും ഇവിടെ ബഹുജനങ്ങളും ഈ ജീവനക്കാർക്ക് ഒപ്പം നിന്നുകൊണ്ട് ശക്തമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അപ്പോൾ ഇതിലെ വിഷയം വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഒന്ന്, തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് ഈ സ്ഥാപനം കോറോ ഹെൽത്ത് എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് സ്ഥാപനം, ഇതിൻ്റെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ മലയാളിയാണ്. ഈ അമേരിക്കൻ ബേസ്ഡ് സ്ഥാപനം കേരളത്തിൽ തുടങ്ങുന്നതിന് എല്ലാ സൗകര്യവും സർക്കാർ ആനുകൂല്യങ്ങളും ഒക്കെ ലഭിച്ചു. അങ്ങനെ തുടങ്ങുന്ന ഒരു സ്ഥാപനം ഇവിടുത്തെ ജീവനക്കാരുടെ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ജീവനക്കാർ മനുഷ്യരാണ്, നോക്കണം നിങ്ങൾ. ഇവരൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഗർഭിണികളുണ്ട്, രോഗികളായവരുണ്ട്. അവരെയൊക്കെ വെയിലത്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അടിയന്തരമായി തൊഴിൽ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണം. സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടണം. ഇത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായും ചർച്ച ചെയ്തു. വളരെ ഗൗരവത്തിലുള്ള ഈ വിഷയം ടേക്കപ്പ് ചെയ്ത് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ഉടൻ തന്നെ ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നാളെ എല്ലാ സ്ഥാപനങ്ങളിലും ഇത് ആവർത്തിക്കും. ഇതൊരു സാമ്പിൾ ഡോസാണ്. കേരളം ഇന്ന് വരെ 2020 ലേബർ കോഡ് ഗവൺമെന്റിന്റെ കാലത്ത് ഇതുപോലെ കൂട്ടപ്പിരിച്ചുവിടലുകൾ അനുവദിച്ചിരുന്നില്ല. ശക്തമായി സ്റ്റേറ്റ് ഗവൺമെന്റ്, ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടു. പോലെ പിരിച്ചുവിടലുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ വിഷയം കാണണം. ഇത് ഈ പറയുന്ന ഈ പാവം ഈ കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, ഈ ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിന്റെ ആകെ പ്രശ്നമാണ്. ഗൗരവത്തിൽ ഈ വിഷയത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യണം. ഇവിടെ ഇപ്പോൾ കാണാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇവരെ ഇപ്പോൾ പുറത്ത് ഇട്ട് പൂട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കാണാനൊരു ശ്രമം നടത്തും. ഗൗരവമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. ഇതൊരു തൊഴിൽ പ്രശ്നം മാത്രമല്ല, ഇതൊരു മാനുഷിക പ്രശ്നമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം. ഈ പ്രശ്നത്തിൽ സിപിഎം ഇവർക്ക് പിന്തുണ നൽകി പ്രത്യക്ഷമായി ഡിവൈഎഫ്ഐയും സിപിഎം ഒക്കെ എന്തെങ്കിലും സമരം നടത്തുക? അല്ല, തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി മാത്രം പിന്തുണ നൽകേണ്ടതോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ, ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ പിന്തുണ നൽകേണ്ട പ്രശ്നമല്ല. എല്ലാവരും ഒന്നിക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കണം. ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ച് നിൽക്കണം. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതൊരു തുടക്കമാണ്, ഇതൊരു സാമ്പിൾ ഡോസാണ്. ഇത് അനുവദിച്ചു കൊടുത്താൽ കേരളത്തിൽ ഇനി ഇതുപോലെ തോന്നുന്നത് പോലെ പിരിച്ചുവിടലുകൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇവർ പോകാൻ കാരണം? പ്രോഫിറ്റബിൾ എന്ന് ചൂണ്ടിക്കാട്ടിയ ഈ കമ്പനി തന്നെ ചൂണ്ടിക്കാട്ടിയ ഈ കേരളത്തിൽ നിന്ന് ഇവർ പോകാൻ കാരണം എന്താ? കേരളത്തിൽ തൊഴിൽ ചൂഷണം എളുപ്പമല്ല. തൊഴിലാളികളെ, ജീവനക്കാരെ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകൾ പോലെ ചൂഷണം ചെയ്യുന്നത് ശക്തമായി കേരളം എതിർക്കും. കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് എതിർത്തിട്ടുണ്ട്, ട്രേഡ് യൂണിയനുകൾ എതിർത്തിട്ടുണ്ട്, സംഘടനകൾ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇത് എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിന് പോകാൻ വേണ്ടി പോകും, അല്ലാതെ ലാഭമില്ലാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഇവർക്കൊപ്പം നിന്ന് ശക്തമായ പ്രക്ഷോഭം ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. നിലവിൽ ഇവിടെ ഈ സ്ഥാപനം പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹയർ ഒഫീഷ്യൽസ് ആരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയും 100-ലധികം ആളുകൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നതിൽ എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക? കാരണം അത് പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഇത് 3 വിഷയമുള്ളത്. ഇതിലൊന്ന്, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും തൊഴിൽ വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾ അടിയന്തരമായി ഈ വിഷയം സംസാരിക്കും. വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം. തൊഴിൽ വകുപ്പിന് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമുണ്ട്. ലീഗൽ നോട്ടീസ് അയക്കാം. ഈ കമ്പനിക്ക് ലീഗൽ നോട്ടീസ് അയച്ചുകൊണ്ട് തൊഴിൽ വകുപ്പിന് ഇടപെടാം. ഇവിടെ തൊഴിൽ നിയമം ലംഘിക്കപ്പെട്ടു, അതുകൊണ്ട് അടിയന്തരമായ വിഷയത്തിൽ തൊഴിൽ വകുപ്പിന് ഇടപെടാം. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളെ എടുത്തുകൊണ്ട് ഒരു ബഹുജന ഐക്യത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തുക. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത്, ലീഗലി ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫോണിലും നേരിട്ടുമായിട്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞു, ഇന്നലെ ഇന്നുമായിട്ട്. ലീഗലി ഇവരുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ട്. നിയമപരമായും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു പോവുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരിക, ഇവരെ കാണുക. ഇവിടെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ളവരുണ്ട്, സംഘടനാ നേതാക്കന്മാരുണ്ട്. ഞങ്ങളൊക്കെ ഇവരായിട്ട് സംസാരിക്കും. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോട് ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തൊഴിൽ വകുപ്പ് മന്ത്രിയോട് സംസാരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ ആവശ്യപ്പെടും. ശക്തമായ നിലപാട് കഴിഞ്ഞ കാലങ്ങളിൽ LDF സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ എടുത്തതുപോലെ ശക്തമായ നിലപാട് UDF ഗവൺമെൻറ് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.